ഇതിനു മുന്നേ ശ്രീറാം ഫിനാൻസിൽ ഒരു ലോണോ ഒരു ഗ്യാരണ്ടറോ ഒരു കോബോറോവറോ ആയി നിന്നിട്ടൊരു ചരിത്രം എനിക്കുള്ളതല്ല. ആധാർ, പാന മുതലായവ എൻ്റെ അനുവാദം ഇല്ലാതെ അവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത് അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവർ പറയുന്ന കമ്പനിയുടെ ടെക്നിക്കൽ എററാണ്. പക്ഷേ എനിക്കത് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയല്ല. എൻ്റെ ഹൗസിംഗ് ലോണിൻ്റെ ഒരു ടേക്ക് ഓവറിന് ഞാൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഇഷ്യൂ എനിക്കുണ്ടായത്. ഇത് നമ്മുടെ പേരിലൊരു പുതിയ ലോൺ ആയി കഴിയുമ്പോൾ അവർ തിരിച്ചടയ്ക്കുന്നുണ്ടാവും. എന്നാൽ പോലും നമ്മുടെ ക്രെഡിറ്റ് എലിജിബിലിറ്റി എന്നൊരു കണ്ടന്റ് ഉണ്ട്, അതിന് കുറവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട DSA ഏജൻറ്റ് അറിയാണ്ട് ഇത് നടക്കുകയല്ല. നമസ്കാരം. ശ്രീറാം ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ വ്യാപകമായ പരാതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്. വായ്പ എടുക്കാത്തവരുടെ പേരിൽ പോലും ലക്ഷങ്ങളുടെ വായ്പ. സാങ്കേതിക തകരാറാണെന്നും 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് പരിഹരിക്കുമെന്നാണ് ശ്രീറാം ഫിനാൻസിൻ്റെ കമ്പനി അധികൃതർ നൽകിയ വിശദീകരണം. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. മറുനാടൻ മലയാളിയിലേക്ക് ഇത് സംബന്ധിച്ച് ഓരോ ദിവസവും നിരവധി പരാതികൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുനാടൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. വായ്പ എടുക്കാത്ത ആളുകളുടെ പേരിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പ വന്നതോടെ സിബിൽ സ്കോറിനെയും ബാധിച്ചു. ഇതോടെ ഇവരെല്ലാം വലിയ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയം സ്വദേശിയായ ഒരാളുടെ അവസ്ഥ 12 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വായ്പ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുന്നേ ശ്രീറാം ഫിനാൻസിൽ ഒരു ലോണോ ഒരു ഗ്യാരണ്ടറോ ഒരു കോബോറോവറോ ആയി നിന്നിട്ടൊരു ചരിത്രം എനിക്കുള്ളതല്ല. പ്രത്യേകിച്ച് നമ്മൾ മെയിനായിട്ടും ഇടപാടുകൾ നടത്തുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് മാത്രമാണ്. ബേസിക്കലി ഞാനൊരു അക്കൗണ്ടൻ്റാണ് പ്രൊഫഷണലി. അതുകൊണ്ട് തന്നെ കൃത്യമായി സിബിൽ റിപ്പോർട്ടും കാര്യങ്ങളും ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. എന്നിട്ടും എന്താ പറയുന്നത്, ലാസ്റ്റ് മന്ത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ശ്രീറാം ഫിനാൻസിൻ്റെ പേരിൽ ഇങ്ങനെ ബാധ്യത ഉള്ളതായിട്ട് കാണുന്നത്. 12,90,000 2 ലോണായിട്ടാണ്. എൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതായത് ആധാർ, പാന മുതലായവ എൻ്റെ അനുവാദം ഇല്ലാതെ അവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത് അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ അവരുടെ സ്റ്റാഫ് അറിഞ്ഞോ അറിയാതെയോ, നമുക്ക് ഒരു ആരോപണം എന്നുള്ള രീതിയിലേ പറയാൻ പറ്റുകയുള്ളൂ. നമുക്ക് തന്നെ വ്യക്തമായ തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് കോട്ടയം SP പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. ഇവരോട് ഈ കമ്പനിയുടെ അധികൃതരോട് സംസാരിക്കുകയും ചെയ്തു. കമ്പനിക്ക് ഒഫീഷ്യലി മെയിൽ അയച്ചതാണ്. പക്ഷേങ്കിൽ ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല. ഓൾമോസ്റ്റ് 10 ദിവസത്തിന് മേളിലായി ഞാനിതിന് മെയിൽ അയച്ചിട്ട്. അതിന് റിപ്ലൈ കിട്ടാതായിട്ടും 10 ദിവസത്തിന് മേളിലായി. എങ്ങനെയാണ് ശ്രദ്ധിക്കാനുള്ള കാരണം? ബേസിക്കലി ഞാൻ പ്രൊഫഷണലി ഞാനൊരു അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് എല്ലാ മന്തും ഞാൻ എൻ്റെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നുണ്ട്, സിബിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 2026 ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത് ഫ്രോഡ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന, കൃത്യമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെല്ലാതെ ഇത് ലോൺ എടുക്കാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് അവിടുത്തെ സ്റ്റാഫിന് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഇടയിൽ ഏഷ്യാൻ ന്യൂസിൽ നിങ്ങളിലും അടക്കം റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നൊരു കേസാണ്. കാനറ ബാങ്കിൽ നിന്നും HDFC ബാങ്കിൽ നിന്നും ഒരു സ്വകാര്യ വ്യക്തി അറിയാതെ പുള്ളിയുടെ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ എടുത്ത കാര്യം. അത് അവരറിയുന്നത് പോലും ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞാണ്. അങ്ങനൊരു കാലഘട്ടത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മളിത് ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്യുകയും വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് കോട്ടയം SP കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സബ് സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. സബ് സാർ അത് എനിക്കൊന്ന് ചങ്ങനാശ്ശേരി DYSP അന്വേഷണ വിധേയമായിട്ട് കൈമാറിയിട്ടുണ്ട്. പിന്നീടാണെന്ന് തോന്നുന്നു നിരവധി ആളുകൾ ഇതുപോലെ പരാതിയുമായി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തീർച്ചയായിട്ടും ഒരുപാട് പേര് വരുന്നുണ്ട്. അവർ പറയുന്ന കമ്പനിയുടെ ടെക്നിക്കൽ എററാണ്. പക്ഷേ എനിക്കത് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയല്ല. എൻ്റെ ഹൗസിംഗ് ലോണിൻ്റെ ഒരു ടേക്ക് ഓവറിന് ഞാൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഇഷ്യൂ എനിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ എൻ്റെ ടേക്ക് ഓവർ പെൻഡിങ് ആയി. ഇപ്പം നിലവിൽ 9% മേളിൽ പലിശ കൊടുക്കുന്ന, ഓൾമോസ്റ്റ് 10% പലിശ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതെനിക്ക് 7% പലിശയ്ക്ക് ലോൺ തരാമെന്ന് പറഞ്ഞ ബാങ്കുകാർ പോലും ഇപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുണ്ടായത്. അപ്പോൾ എനിക്ക് അത്രയും ധനനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. സിബിൽ സ്കോർ, അതായത് ഇത് നമ്മുടെ പേരിലൊരു പുതിയ ലോൺ ആയി കഴിയുമ്പോൾ അവർ തിരിച്ചടയ്ക്കുന്നുണ്ടാവും. എന്നാൽ പോലും നമ്മുടെ ക്രെഡിറ്റ് എലിജിബിലിറ്റി എന്നൊരു കണ്ടന്റ് ഉണ്ട്, അതിന് കുറവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയ ലോൺ കിട്ടാതിരിക്കുക, അല്ല നിലവിലുള്ള ലോണിന് ടേക്ക് ഓവർ പരിശ്രമിക്കുമ്പോൾ അത് എതിരായിട്ട് കിട്ടാതെ വരും. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഈ ധനകാര്യ സ്ഥാപനങ്ങൾ സിവിൽ സ്കോറൊക്കെ പരിശോധിക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും ഒരു വ്യക്തി ലോണിന് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവൻ്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി സിബിൽ റിപ്പോർട്ടിലൂടെയാണ് അവർ അറിയുന്നത്. അത് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള സെൻസിറ്റീവായ ഒരു കാര്യത്തിന് ഇത്രയും കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്തത് കൊണ്ട് പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ
അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ അരിയാഹാരം കഴിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ചാലും ബുദ്ധിമുട്ടുണ്ട്. അതായത് ഈ ശ്രീറാം ഫിനാൻസ് മുതലുള്ള ഏതൊരു ഫിനാൻഷ്യൽ സ്ഥാപനമാണെങ്കിലും ഒരാൾക്ക് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആടെ സിബിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ലോൺ കൊടുക്കാവൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇവരിത് ചെയ്തിട്ടുണ്ടാവണം. ചെയ്യാതെ ഒരാൾക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ആധാർ, OTP, പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് മുതലായവ വേണം. അപ്പോൾ എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്, അവിടുത്തെ സ്റ്റാഫിൻ്റെ അറിവോടുകൂടി അല്ലാണ്ട് ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഒരു കാനറ ബാങ്കിലെ ഇഷ്യൂ, ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട DSA ഏജൻറ്റ് അറിയാണ്ട് ഇത് നടക്കുകയല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതിനെക്കുറിച്ച് ശക്തമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ വിവരങ്ങളും ചോർന്നിട്ടുണ്ട്. അത് ഇതുപോലെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൻ്റെ സാധ്യതകൾ അൺലിമിറ്റഡ് ആണ്. ഏത് മാസമാണ് അല്ലെങ്കിൽ എത്ര മാസമായി ഈ ലോൺ ഇങ്ങനെ കാണിക്കുന്നു? അതായത് എനിക്ക് റിഫ്ലക്റ്റ് ആയിട്ട് ഈ മാസം മുതൽ റിഫ്ലക്റ്റ് ആകുന്നത്. പക്ഷേ അതിന് മുന്നേ 2 EMI അടച്ചതായിട്ടാണ് ഈ റിഫ്ലക്ഷൻ നമുക്ക് മനസ്സിലാകുന്നത്. 2 EMI അടച്ചിട്ടുണ്ട് ആ ലോണിൽ. അടച്ചിട്ടുണ്ട് 2 EMI അടച്ചിട്ടുണ്ട്. അപ്പോൾ ഒറിജിനലി ആരാണ്ട് ആ ലോൺ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിവില്ല. നമ്മൾ ഒരുപാട് ഭയപ്പാടോടുകൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അതിൻ്റെ ഇതിൻ്റെ ഒരു എന്താ പറയുക, സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു പരിധി നമ്മൾ സാധാരണക്കാരൻ ചിന്തിക്കുന്നതിലപ്പുറമാണ്. എത്ര എമൗണ്ട് വേണേലും ആർക്ക് വേണേലും റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ കൂടെ പോകുന്നത്. അവർ ശ്രീറാം ഫിനാൻസ് പോലൊരു സ്ഥാപനം, അവരുടെ സിസ്റ്റം ഇതുപോലെ മോശപ്പെട്ടതാണെങ്കിൽ അവർ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ യോഗ്യരല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അതുമാത്രം മറ്റ് സ്ഥാപനങ്ങളെ ഇത് ബാധിക്കുന്നില്ലല്ലോ. ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇവരുടെ കസ്റ്റമർ തന്നെയാണല്ലോ മറ്റുള്ളവരുടെ കസ്റ്റമർ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ലോണുണ്ട്. ആ ലോണ് ടേക്ക് ഓവറിന് വേറൊരിടത്ത് ചെയ്യുന്ന സമയത്ത് അവർ ആ സിവിൽ റിപ്പോർട്ട് നോക്കിയിട്ട് റിജക്റ്റ് ചെയ്യാനുണ്ടായത്. വളരെ ഗൗരവമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് ചോർന്നിട്ടുണ്ട്. മാത്രമല്ല 2 തവണ EMI അടച്ചതായും ഇദ്ദേഹം പറയുന്നു. ഇത് സംബന്ധിച്ച് ശ്രീറാം ഫിനാൻസിൻ്റെ അധികൃതർ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ല. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.